കൃഷ്ണകഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ ഗാദിയും കൂട്ടി ശ്രീനിവാസ് തിരിച്ച് പുഴവരും വീട്ടിലേക്ക് തന്നെ എത്തുവാണ് കേട്ടോ. അങ്ങനെ ശ്രീനിവാസനും തങ്കവും കൂടി പിടിച്ചുകൊണ്ട് പോയി ഗാദേനെ റൂമിലൊക്കെ കൊണ്ടുപോയിരുത്തുവാണ്. പിന്നാലെ മോളിക്കുട്ടിയും ചെല്ലുന്നുണ്ടാവും. ഈ സമയം തങ്കത്തിനോടാണെങ്കിൽ ഗാദയോട് ആരെ അലിവുള്ള കേട്ടോ. തൻ്റെ മോളുടെ ജീവനെടുക്കാൻ നോക്കി ഗാദയോട് ഉള്ളിൻ്റെ ഉള്ളിലെ തങ്കത്തിന് നല്ല ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ തങ്കം ഇങ്ങനെ ഒഴിഞ്ഞുമാറി നിൽക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ശ്രീനിവാസ് ചോദിക്കണേ, അല്ല തങ്കത്തിന് ഇതെന്ത് പറ്റി? മോളെ കണ്ടിട്ട് എന്താ ഒന്നും പറയാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ മോളുടെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ചങ്ക് പൊട്ടിക്കരയേണ്ടത് തങ്കമാണല്ലോ. ഞങ്ങളെല്ലാവരും കൂടി നിൽക്കുന്ന ആരണമാണോ അമ്മയും മോള് വിഷമോളിലകത്ത് മനസ്സിലടക്കി പിടിച്ച് വെച്ചിരിക്കുന്നത്? കേട്ടോ ശാന്തി, മോളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നോക്കണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഒഴുക്കി കൊടുക്കണം. പാവം നല്ല വേദനയുണ്ടാകും. ഇതെന്നോർത്ത് നീ വിഷമിക്കാമെന്ന് നിൽക്കണ്ട. ഇതിന് പിന്നിൽ ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ എൻ്റെ മോളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഭയന്നിരിക്കുകയെന്ന് വേണ്ട കേട്ടോ എന്നൊക്കെ തങ്കത്തിനോട് പറയണേണ്. ഈ സമയം മോൾക്കിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിലും കൃഷ്ണയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. അവൾക്കിതുപോലെ അസുഖം വന്നിരിക്കുമ്പോഴേ കഞ്ഞിയും പുഴുക്കും കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അമ്മ അതുണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ കൃഷ്ണ ദേഷ്യപ്പെടും. കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അമ്മ. മോളിക്കുട്ടിയുടെ ആ സംസാരമൊക്കെ കേട്ടിട്ട് എന്താ മനം വെച്ച് സംസാരിക്കുന്നത് പോലെ ശ്രീനിവാസന് തോന്നുക. അതെന്താ മോളിക്കുട്ടി നീ അങ്ങനെ പറയുന്നത്? കൃഷ്ണയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം ഉണ്ടാക്കാൻ മതി എന്ന് എടുത്തു പറഞ്ഞാൽ എന്താ കാര്യം? ഒന്നുമില്ല സാർ, ഞാൻ പറഞ്ഞില്ലേ ഈ അമ്മമാരുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കുറേ അങ്ങ് ഉണ്ടാക്കി വെക്കും. മുമ്പൊരിക്കൽ എനിക്ക് വയ്യാതെ വന്നപ്പോൾ ഇതൊക്കെ നല്ലപോലെ കഴിക്കണം, ഭക്ഷണം കഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞ് ഈ അമ്മ എന്തോരം ഭക്ഷണം ഉണ്ടാക്കിയെന്നറിയോ. പക്ഷെ അതൊന്നും കൃഷ്ണയ്ക്ക് ഇഷ്ടമല്ല. കൃഷ്ണയ്ക്ക് വളരെ ലഘുവായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അതാ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത്. ഈ സമയം പെട്ടെന്ന് ശ്രീനിവാസനൊരു കോൾ വരുമ്പോൾ ശ്രീനിവാസ് പുറത്തേക്ക് പോകുവാണ്. ഈ സമയം മോൾക്കിട്ട് പറയുന്നുണ്ട്, അതെ അമ്മേ, ഇവളോടൊക്കെ ഒരു അനുകമ്പയും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മ ചെന്ന് കഞ്ഞി ഉണ്ടാക്കി, കറി എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ വല്ല പുഴുക്കോ മറ്റോ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഗാഥ ശ്രീനിവാസെ അത് കഴിച്ചിരിക്കും. അന്നേരം ഗാഥ പറയുന്നുണ്ട്, ദേ അവിടെ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള കാരണം ഞാൻ മിണ്ടാതിരുന്നത്. എനിക്ക് ഈ കഞ്ഞിയും പുഴുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് വേറെന്തെങ്കിലും ഭക്ഷണം വേണം. അന്നേരം മോൾക്കിട്ടിരണേ, അയ്യോടാ ആരാ ഇത് ആജ്ഞാപിക്കാൻ? നീ ചുമ്മാ ഗാഥ ശ്രീനിവാസ് കളിക്കല്ലേ കേട്ടോ. ഇവിടെ നീ കൃഷ്ണയായിട്ടല്ലേ അഭിനയിക്കുന്നത്. അതുപോലെ അങ്ങ് നിന്നാൽ മതി. കിട്ടുന്നതും വാങ്ങിക്കഴിച്ച് ഒരു മൂലക്കിരുന്നോളണം. അല്ലെങ്കിലുണ്ടല്ലോ നിൻ്റെ മറ്റേ കാലം കൂടി ഞാൻ തല്ലി ഒടിച്ചിടും. അങ്ങനെ പറഞ്ഞാൽ മോളിക്കുട്ടി അവിടെ നിന്നും പോകുവാണ്. പിന്നാലെ തങ്കം അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഗാഥക്കാണെങ്കിൽ ഇങ്ങ് ഭ്രാന്ത് പിടിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നവീൻ കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാ. ഈ സമയം സുനന്ദ കൃഷ്ണയുടെ ഫോണിൽ നവീൻ വിളിക്കുന്നത് കാണുക. ദേ കൃഷ്ണമോളെ, വേണ്ടപ്പെട്ട ആരോ വിളിക്കുന്നു. ആരാ അത്? അതിൽ പേരുണ്ടാവില്ലേ? അത് കണ്ട ആരാണെന്ന് സുനന്ദച്ചിക്ക് മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി, അതല്ലേ ഞാൻ പറഞ്ഞത്, വേണ്ടപ്പെട്ട ആളാണെന്ന്. മോള് വന്ന് ഫോൺ എടുക്ക്. അങ്ങനെ കൃഷ്ണ അരികിലേക്ക് വരുവാണ്. അങ്ങനെ നവീൻ്റെ കോളാണെന്ന് കൃഷ്ണക്ക് മനസ്സിലാകുവാണ്. ഇത് നവീനല്ലേ വിളിക്കുന്നത്? ആരാണെന്നാ മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നത്? മനസ്സിലായി, അതുകൊണ്ടല്ലേ മോളുടെ കയ്യിൽ തന്നെ തന്നത്. ഞാനെന്നാൽ പിന്നെ അങ്ങോട്ട് മാറി നിന്നേക്കാം. ഇനിയും നിങ്ങൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനുള്ളപ്പോൾ ഞാൻ അരികി വന്നിരിക്കുന്നത് ഡിസ്റ്റർബ് ആവണ്ടല്ലോ. സുനന്ദേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? അന്നേരം കൃഷ്ണയുടെ കൈ തട്ടി മാറ്റി സുനന്ദ അങ്ങോട്ടേക്ക് മാറി നിൽക്കുവാണ്. ഈ സമയം കൃഷ്ണ ഫോൺ അറ്റൻഡ് ചെയ്യുക. പറയൂ നവീൻ. കൃഷ്ണ, തിരക്കിലെന്തെങ്കിലും ആയിരുന്നോ? ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഇല്ല നവീൻ പറയൂ. അത് പിന്നെ അന്ന് താൻ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കുറേ നല്ല ഐഡിയാസൊക്കെ പറഞ്ഞില്ലേ? സത്യം പറയാലോ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. കൃഷ്ണ, തനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? അത് ഒന്നുകൂടി ഒരു വോയിസ് ആക്കി എനിക്ക് അയച്ചു തരാമോ? എനിക്കതിൽ നിന്നും കേട്ട് കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അങ്ങനെയൊന്നുമില്ല, നവീനൊരു സഹായമല്ലേ, ഞാൻ ചെയ്തോളാം. താനവിടെ ഹാപ്പിയല്ലേ? ഹാപ്പിയാണെന്ന് തൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. അതെങ്ങനെ അറിയാം? മനസ്സിന് സന്തോഷമുള്ളവർക്ക് ഇതുപോലെ സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റുള്ളൂ. തൻ്റെ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിൻ്റെ മനസ്സിലെങ്ങനെയാണ്? സന്തോഷമില്ലേ? എന്തെങ്കിലും ടെൻഷനോ മറ്റോ ഉണ്ടോ? എൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അടുത്ത തവണ വിളിക്കുമ്പോൾ താൻ നിന്നെ കണ്ടെത്തി പറയാം. എന്നാൽ ശരി കൃഷ്ണ എന്നും പറഞ്ഞ് നവീൻ ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം നവീൻ്റെ സംസാരമൊക്കെ കേൾക്കുന്നതും കൃഷ്ണയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. പിന്നീട് നേരെ കൃഷ്ണൻ ചെല്ലുന്നത് സുനന്ദയുടെ അരികിലേക്കാണ്. ഈ സമയം സുനന്ദയുടെ പച്ചക്കറിയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം കൃഷ്ണ വന്ന് പറയണേ, അതെ ഞാൻ നവീനോട് അന്ന് കണ്ടപ്പോഴേ പറഞ്ഞു കൊടുത്തതാ എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഐഡിയാസ് എന്നൊക്കെ. അതൊക്കെ നവീന് ഇഷ്ടപ്പെടുകയും ചെയ്തത്. എന്നാലും ഇതൊക്കെ ഒന്ന് ഓർമ്മ വെച്ചൂടെ? ഇപ്പോൾ അതൊക്കെ ഞാൻ ഒന്നും കൂടി വോയിസ് മെസ്സേജിലൂടെ അയച്ചു കൊടുക്കണമെന്നാണ് നവീൻ പറയുന്നത്. ഇതൊക്കെ കൃഷ്ണ അവിടെ നിന്ന് പറഞ്ഞിട്ടും സുനന്ദ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. അതെ സുനന്ദേച്ചി കേട്ടില്ലേ, നവീൻ ഇത് പറയാനാണ് എന്നെ വിളിച്ചതെന്ന്. ആയിക്കോട്ടെ,
അതിന് ഞാൻ വല്ലതും ചോദിച്ചോ? നവീൻ എന്താ നിന്നോട് സംസാരിച്ചതെന്ന്? ഇത് നല്ല പാടാ. എന്താണെങ്കിലും നവീനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നീ ഹാപ്പി ആയല്ലോ. അതിൻ്റെ തിളക്കമൊക്കെ മുഖത്തും കണ്ണിലൊക്കെ കാണാനുണ്ട്. പിന്നെ ഈ സുനന്ദേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? പിന്നല്ലാതെ നവീനോട് സംസാരിക്കാൻ പറ്റിയതും പെണ്ണിനെ നാണമൊക്കെ കണ്ടില്ലേ? നീ എത്ര അധികം നവീൻ്റെ അടുത്ത് നിന്ന് ദൂരത്തേക്ക് ഓടിപ്പോയാലും ശരി, നവീൻ നിൻ്റെ അടുക്കിലേക്ക് വരും. ഇതുപോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രണയം. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയെ കളിയാക്കിയതിന് ശേഷം സുനന്ദ അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. അതൊക്കെ കേട്ട് നാണത്തോടെ ചിരിക്കുവാണ് കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് ഗാഥ സിത്താരുടെ ഫോണിലേക്ക് വിളിക്കുക. ആ മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? മമ്മി എന്താ എന്നെ കാണാൻ പറഞ്ഞത്? അത് പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ. ഇനി ഞാൻ അങ്ങോട്ട് വന്നാൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാറായോ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. എന്നിട്ടിപ്പോൾ മോളെവിടെയാണ്? ഞാനിവിടെ അനിയൻ സാറിൻ്റെ വീട്ടിലാണ്. അനിയൻ സാർ കുഴപ്പമൊന്നുമില്ല, എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. എന്നോട് അയാൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ആ മോളിക്കുട്ടിയുണ്ടല്ലോ, അവളും ആ കൃഷ്ണയുടെ അമ്മയും രണ്ടുപേരും ചേർന്ന് അവസരം മുതലെടുക്കാൻ നോക്കുവാണ്. മമ്മി അതുകൊണ്ട് എത്ര പെടുത്തി ഇവിടെ വരണം, എന്നെ വന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല. അല്ല മോളെ, ഞാനിപ്പോൾ എങ്ങനെ അങ്ങോട്ടെത്താനാ? അതൊന്നും എനിക്കറിയണ്ട. മമ്മിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മമ്മി ഇവിടെ വന്നിരിക്കണം. എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. എനിക്കെൻ്റെ മമ്മിയുടെ ഒപ്പം വരണം എന്നും പറഞ്ഞ് ഗാഥ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം സിത്താര സിനിയോട് പറയണേ, സിനി എത്രയും വേഗം വാ, നമുക്ക് ഉടനെ പുറപ്പെടണം. എങ്ങോട്ടേക്കാ മാഡം? ഗാഥയുടെ അരികിലേക്ക്. ഹോസ്പിറ്റലിലേക്കാണോ? അല്ല, ഗാഥ ഇപ്പോൾ ആ ശ്രീനിവാസൻ്റെ വീട്ടിലാണ് ഉള്ളത്. അല്ല മാഡം, അങ്ങോട്ട് പോയാൽ പ്രശ്നമാവില്ലേ? പ്രശ്നമാവും, അതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അവൾ ഉടനെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മറ്റെന്തിനേക്കാളും പ്രധാനം എനിക്ക് എൻ്റെ മോളുടെ സമാധാനമാണ്. അവൾ എങ്ങനെയെങ്കിലും അയാളുടെ അടുത്ത് നിന്ന് രക്ഷിച്ചു കൊണ്ടുവരണം. പിന്നീട് കാണിക്കുന്നത് ഗാഥക്കുള്ള കഞ്ഞിയും ചമ്മന്തിയൊക്കെ തയ്യാറാക്കി അങ്ങോട്ടേക്ക് വരുന്ന തങ്കത്തിനെയാണ് കേട്ടോ. തങ്കം അങ്ങനെ അതൊക്കെ കട്ടിൽ വെക്കുക. വേണമെങ്കിൽ എടുത്ത് കുടിക്കും. എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഓട്ടോക്കാരി പറയുന്നത് കേട്ട് അവളുടെ വാക്കനുസരിച്ച് തുള്ളാനാണോ നിങ്ങൾ നിൽക്കുന്നത്? അന്നേരം തക്കം പറയണേ, നിനക്കിഷ്ടമുള്ളതൊക്കെ വെച്ച് വിളമ്പിത്തരാനേ എനിക്ക് മനസ്സില്ല. എനിക്ക് സിത്താരമാടത്തൊരു ബഹുമാനമുണ്ട്, പക്ഷെ നിന്നോടത് തീരെയില്ല. എൻ്റെ മോളെ കൊല്ലാൻ നോക്കിയതല്ലേ നീ? അങ്ങനെയുള്ള നിന്നോട് എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റൂ. വേണമെങ്കിൽ എടുത്ത് കഴിക്കും. ഈ സമയത്തായിരിക്കോട്ടോ ശ്രീനിവാസ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മോളെ ഇത്? മോളെന്താ ഭക്ഷണം കഴിക്കാത്തത്? മോൾക്കതാ കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ലേ? ഇഷ്ടമില്ലേ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ വേറെ എന്തെങ്കിലും ഫുഡ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാം. അന്നേരം തങ്കം പറയണേ, അതിനെയൊന്നും ആവശ്യമില്ല സാർ. ഇതൊക്കെ അമ്മമാരുടെ അവകാശമാണ്. മക്കൾക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അമ്മമാർക്കറിയില്ലേ? ഓ, അമ്മമാരെ ഇതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതെങ്ങാനും ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും പെരുമാറ്റം. എന്താണെങ്കിലും മോൾക്ക് ഇഷ്ടമാണല്ലോ ഇതൊക്കെ. അപ്പം പിന്നെ കുഴപ്പമില്ല. മോൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങ് കുടിച്ചേ. അങ്ങനെ പറഞ്ഞ് കഞ്ഞിയും ചമ്മന്തിയൊക്കെ എടുത്ത് ഗാഥയുടെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ ഗാഥ വേറെ വഴിയൊന്നുമില്ലാതെ അത് കുടിക്കുവാണ് കേട്ടോ. ഈ സമയം ഗാഥയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. അത് കാണുന്നതും ശ്രീനിവാസ് പറയണേ, ഓ മനസ്സിലായി, കയ്യിൽ ഇഞ്ചക്ഷൻ വെച്ച കാരണം ആ കൈ കൊണ്ട് കോരി കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലേ? ഒരു കാര്യം ചെയ്യ് ശാന്തി, നീ തന്നെ കോരി കൊടുക്ക്. അങ്ങനെ പറഞ്ഞ് തങ്കത്തിന് കയ്യിൽ തന്നെ അതൊക്കെ വെച്ച് കൊടുക്കുവാണ്. തങ്കം അങ്ങനെ കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രീനിവാസ് പറയണേ, മോളെ, അച്ഛനെ ഒരു പ്രധാനപ്പെട്ട പത്രം നോക്കിക്കൊണ്ടിരിക്കുവാണ്. അത് ഉടനെ കണ്ടെത്തിയിട്ട് അച്ഛൻ വേഗം വരാട്ടോ എന്നും പറഞ്ഞ് ശ്രീനിവാസ് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം തങ്കം ആ ഒരു കഞ്ഞിയുടെ പാത്രം ഗാഥയുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുവാണ്. ഇതാ, വേണമെങ്കിൽ എടുത്ത് കഴിക്കിനി. മര്യാദക്ക് കാലിലെ പരിക്കൊക്കെ മാറി സുഖമാകുന്നതുവരെ അടങ്ങി ഒതുങ്ങി നിന്നേക്കണം. കൂടുതൽ അഹങ്കാരമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഇത്രയും നാളും എൻ്റെ മോളോട് ചെയ്തതിനൊക്കെ ഞാൻ സഹിച്ചു. പക്ഷേ എൻ്റെ മോളെ കൊല്ലാൻ നോക്കിയത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല. വേഗം ഒന്ന് കഴിച്ചിട്ട് പാത്രതാ, എന്നിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ. അങ്ങനെ ദേഷ്യത്തിൽ ഭക്ഷണമെല്ലാം കഴിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സിത്താരയും സിനിയും കൂടി സുനന്ദയും ഗോപാലനൊക്കെ താമസിക്കുന്ന വീട്ടിലെത്തുവാണ് കേട്ടോ. അങ്ങനെ സിത്താരയെ കാണുന്നതും സുനന്ദ അകത്തേക്ക് വിളിക്കുക. സിത്താര മേഡോ? സുനന്ദ ഇപ്പോൾ ഇവിടെയാണല്ലോ താമസിക്കുന്നത്? അതെ, ഗോപാലേട്ടൻ ഇപ്പോൾ ഇവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്. അനിയൻ സാറെടുത്ത് കൊടുത്ത കടയുണ്ടല്ലോ. മേഡം അകത്തേക്ക് വാ, ഇരിക്കെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട, എനിക്ക് കൃഷ്ണയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കൃഷ്ണ ഇവിടെ ഇല്ലേ? അന്നേരം കൃഷ്ണനെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം കൃഷ്ണ അങ്ങോട്ടേക്ക് വരുക. സിത്താര മേഡം. മോളെ കൃഷ്ണ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം. നിൻ്റെ ജീവനെടുക്കാൻ വന്ന ഗാഥയുണ്ട്. നിനക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാകുമല്ലോ. അവൾ ചെയ്തതിന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. നിന്നെ ഇല്ലാതാക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അതെനിക്കറിയാം മാഡം. അവൾ അങ്ങനെയൊക്കെ ചെയ്ത പ്രവൃത്തികൾ കാരണം നിനക്കിപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായല്ലേ? സാരമില്ല, നമ്മുടെ അവസ്ഥ ഇപ്പോൾ അതായി പോയില്ലേ? മോളെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടാനാണ്, റിക്വസ്റ്റ് ചെയ്യാനാണ്. നാണം കെട്ട കാര്യമാണെന്നറിയാം,
പക്ഷേ എൻ്റെ മുമ്പിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. അന്നേരം സിനി പറയുന്നുണ്ട്, കളരിക്കിൽ നിന്ന് വിളിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഗാഥേനെ അവിടെ എത്തിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇനി ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ സമയം സിത്താര പറയണേ, തൽക്കാലം ഗാഥയുടെ അവസ്ഥ അറിയാലോ, അവൾ കാലിന് വയ്യാതിരിക്കുവാണ്. അവിടെ നിന്ന് അവളെ പെട്ടെന്ന് ഇറക്കാനും പറ്റില്ല. അത് കാരണം ഗാഥയ്ക്ക് പകരം കുറച്ച് ദിവസത്തേക്ക് നിനക്ക് കളരിക്കിലേക്ക് പോയി നിൽക്കാൻ പറ്റുമോ? അത് കേൾക്കുന്നതും കൃഷ്ണ ഒന്ന് ഞെട്ടുവാണ്. അന്നേരം സുനന്ദ പറയണേ, മേഡം എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങോട്ടേക്ക് ഇനി കൃഷ്ണ പോയാൽ അതൊരിക്കലും ശരിയാവില്ല. എനിക്കറിയാം, പക്ഷേ എൻ്റെ മുമ്പിൽ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ്. പലതവണ കൃഷ്ണയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയുടെ പേരിലും പിന്നീട് അവളെയും അവളുടെ അമ്മേനെയും അപായപ്പെടുത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഞാൻ ഓരോ തവണയും കൃഷ്ണയെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. എൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഇവളെ ഞാൻ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് കുറ്റബോധമുണ്ട്. എൻ്റെ മോളുടെ കാര്യത്തിൽ പലപ്പോഴും ഞാൻ സ്വാർത്ഥമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യമൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അവരുടെ മനസ്സിലെ വേദനയും കണ്ടിട്ടില്ല. ഇപ്പോഴായത് നിന്നോട് ആജ്ഞാപിക്കുകയൊന്നുമല്ല, ഒരപേക്ഷയായിട്ട് ചോദിക്കുവാണ്. കളരിക്കിലേക്ക് കുറച്ച് ദിവസം നിനക്ക് പോയി നിന്നൂടെ? ഈ സമയം അത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന ഗോപാലൻ സിത്താരയോട് പൊട്ടിത്തെറിക്കണേ, ഇല്ല, ഇവളിനി എങ്ങോട്ടേക്കും ഇല്ല. ഇനി ഒരഭിനയത്തിനും ഇവളെ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് തരികയില്ല. കുറേ നാളായി സഹിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എന്നുള്ള കാര്യം ശരിയാണ്. അതിന് പകരമായിട്ടുള്ള ജോലി കൃഷ്ണ എടുത്തിട്ടുള്ളതാണ്. ഇവളുടെ ജീവൻ പോലും കളഞ്ഞ നിങ്ങളുടെ മോൾക്ക് വേണ്ടി ഇവൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയത്. അതോടെ ആ കടമെല്ലാം തീർന്നു. ഇനി അതിപ്പോൾ പണമായിട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമാണെന്നാണെങ്കിൽ അതിപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തരാനുള്ള സ്ഥിതി എൻ്റെ കൃഷ്ണമോൾക്കുണ്ട്. അതുകൊണ്ട് മാഡം ഇനി ഇവിടെ നിന്ന് ഈ കാര്യം പറഞ്ഞ് ഇവൾക്ക് മുമ്പിൽ അപേക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, കൃഷ്ണ ഇനി കളരിക്കിലേക്ക് വിടില്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ കാഴ്ചവെട്ടിലേക്ക് ഇവളെ ഞങ്ങളിനി വിട്ടു തരില്ല. അങ്ങനെ ഗോപാലൻ്റെ ആ കടുത്ത വാക്കുകളൊക്കെ കേട്ട് ആകെ തകർന്ന് നാളും കെട്ടി നിൽക്കുവാണ് കേട്ടോ സിതാര. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് സിത്താരയും സിനിയും കൂടി നേരെ പുഴവരം വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയം അവിടെ ശ്രീനിവാസനൊന്നും ഉണ്ടാവില്ലായിരിക്കും കേട്ടോ. അങ്ങനെ സിത്താര അകത്തേക്ക് ചെന്ന് ഗാഥയുടെ അരികിലിരിക്കുവാണ്. അങ്ങനെ ഗാഥയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞിരിക്കുവാണ് കേട്ടോ. ഈ സമയം തങ്കവും അവിടെ ഉണ്ടാകും. അന്നേരം തങ്കത്തിനെക്കുറിച്ചും തങ്കവും മോൾക്കുട്ടിയും ചേർന്ന് തന്നോട് കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഗാഥ പരാതിപ്പെടുവാണ്. ഇതേ സമയത്തായിരിക്കും ശ്രീനിവാസ തിരിച്ചെത്തുന്നത്. അങ്ങനെ അത് കാണുന്നതും തങ്കം ഓടി വന്ന് ശ്രീനിവാസ സാറ് തിരിച്ചെത്തി എന്ന് പറയുവാണ്. അന്നേരം ടെൻഷനിൽ സിത്താരയും സിനിയും അനിയൻ സാറിൻ്റെ കണ്ണി പെടണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകാൻ ഇറങ്ങുന്നുണ്ട്. അന്നേരം തങ്കം അവരെ രണ്ടാളെയും കൂടി ബാക്ക് വശത്ത് ഡോർ വഴി പുറത്തേക്ക് ഇറക്കി മുറ്റത്തേക്ക് കൊണ്ടുപോകുമായിരിക്കും. എന്നാൽ ശ്രീനിവാസൻ അവരെ കാണുന്നുണ്ട്. ശാന്തി എന്നും പറഞ്ഞ് വിളിച്ച് അവർ മൂന്നുപേരെയും കൈയോടെ പൊക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്